Now let's try to understand about human alimentary canal. നമ്മൾ ഫുഡിൻ്റെ ഇൻടേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്ത് വേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന ഏത് വഴിയാണ്? മൗത്ത് വഴിയാണ് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുക. മൗത്തിൽ നമുക്ക് സലൈവറി ഗ്ലാൻസ് ഉണ്ട്. സലൈവറി ഗ്ലാൻസ് സെർട്ടൻ എൻസൈംസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ടു ബി പ്രിസൈസ് സലൈവറി എമൈലേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം. അത് സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ്? അത് മൗത്തിൽ വെച്ചിട്ടാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് ഡൈജഷൻ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫുഡ് ഈസോഫാഗസുമായി സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്കിൽ എത്തിയതിനു ശേഷം സ്റ്റൊമക്കിൽ ഒരുപാട് ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ട്, ലൈക്ക് HCl പോലെ, അതുപോലെ തന്നെ പെപ്സിൻ പോലെ. പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് പെപ്സിൻ. അതേപോലെ ഇതിൽ മ്യൂക്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം സ്റ്റൊമക്കിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോളോയിങ് സെഷൻസിൽ പഠിക്കും. അതാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരുന്നത്. സ്റ്റൊമക്കിൽ എത്തിയതിനു ശേഷം ഇതിൻ്റെ പാത്വേ എന്ന് പറയുന്നത് നേരെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തും. സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തുന്നതിന് മുമ്പ് പാങ്ക്രിയാറ്റിൽ നിന്നുള്ള ഒരുപാട് പാങ്ക്രിയാറ്റിക് ജ്യൂസസ്, അതായത് ട്രിപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം, അതുപോലെ തന്നെ പെപ്സിൻ എന്ന് പറഞ്ഞ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈംസ് ഒക്കെ ഇതിലേക്ക് സെക്രീറ്റ് ചെയ്യും. അതേപോലെ നമുക്ക് ബൈൽ ജ്യൂസും ഇതിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ആൽക്കലൈൻ കണ്ടീഷൻ എത്താൻ വേണ്ടിയിട്ട്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തിയ ഫുഡിന് അവിടെ വെച്ചിട്ടാണ് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈനെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് വില്ലൈ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുകയും അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ്. മാക്സിമം അബ്സോർപ്ഷൻ നടന്നതിന് ശേഷം ഇത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ വഴി, റെക്റ്റം വഴി, ആനസ് വഴി ഫുഡ് വേസ്റ്റ് പാർട്ടിക്കിൾ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. മൗത്ത് ടു ഈസോഫാഗസ്, ഈസോഫാഗസ് ടു സ്റ്റൊമക്, സ്റ്റൊമക് ടു സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ടു ലാർജ് ഇൻറ്റെസ്റ്റൈൻ ടു റെക്റ്റം ആൻഡ് ആനസ് വഴി അത് എക്സ്പെൽ ചെയ്യുന്നു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. മൗത്തിൽ നമുക്ക് എൻസൈം ഉണ്ട്. ഏതാണ്? സലൈവറി ഗ്ലാൻസ് സെക്രേറ്റ് ചെയ്യുന്ന സലൈവറി എൻസൈംസ്, ഐ മീൻ സലൈവറി അമൈലേസ് ഉണ്ട്. ആ എൻസൈം സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഫുഡ് ഈസോഫാഗസ് വഴിയാണ് പോവുക. ഇതിന് തൊട്ട് പാരലായിട്ട് നമുക്ക് അടുത്തൊരു പൈപ്പ് കൂടെ ഉണ്ട്, അഥവാ വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കിയ നമുക്ക് എയർ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യാനും എയർ ഫ്ലോയിലാണ്, എയർ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ട്രക്കിയ എന്ന് പറയുന്നത്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡ് പൈപ്പുമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ ട്രക്കിയയിൽ കയറാതെ നമുക്ക് ഈസോഫാഗസ് വഴി കറക്റ്റ് വരാം. ഇതിനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് ഹാപ്പൻസ് അറ്റ് സ്വാലോയിങ്. സ്വാലോയിങ്ങിൻ്റെ സമയത്ത് ഫുഡ് ഡസൻ എൻ്റർ ട്രക്കിയ വൈൽ സ്വാലോയിങ്, അല്ലേ? ഫുഡ് നമുക്ക് ട്രക്കിയയിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നില്ല. അതിന് നമ്മൾ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള ഒരു ഡയഗ്രാം, സ്കീമാറ്റിക് ഡയഗ്രാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡിൽ നമുക്ക് നമ്മുടെ മൗത്തിൽ പാലറ്റ് എന്ന് പറഞ്ഞുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്, പാലറ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വ്യൂള ഉണ്ട്, അതുപോലെ ഫാരിങ്സ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, രണ്ട് പൈപ്പായിട്ടുള്ള ഈസോഫാഗസും ഉണ്ട്, ട്രക്കിയ ഉണ്ട്. ഈസോഫാഗസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് പൈപ്പ് അഥവാ ഫുഡ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രക്കിയ നമ്മളെ എയർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് രണ്ടിലും ഇടയിലുള്ളതായിട്ടാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ നടക്കുന്നത്. ഇനി എന്താണ് ഇവിടെ നടക്കുന്നതെന്നില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. അതായത് പാലറ്റിൻ്റെ ഹെൽപ്പോട് കൂടി, ഈ മേലത്തെ സ്ട്രക്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഫുഡ് എന്ത് ചെയ്യും? ടങ് എന്ത് ചെയ്യും? ഇത് നല്ലപോലെ ഫുഡ് പാർട്ടിക്കിൾസിനെ കംപ്രസ് ചെയ്യും. വൺസ് ഇത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ദ ഉവ്യൂള ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഫാരിങ്സ്. അതായത് ഫാരിങ്സിൽ ഓപ്പൺ ചെയ്യുന്ന നേസൽ ക്യാവിറ്റി ഉണ്ടല്ലോ, ഈ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന നേസൽ ക്യാവിറ്റി, ഇത് ആര് ക്ലോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉവ്യൂള ഇത് ക്ലോസ് ചെയ്യും. നേരെ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. അതിനുശേഷം repeat, the uvula close ചെയ്തതിനു ശേഷം the posterior part of the tongue allows food to move over the epiglottis into the esophagus. അതായത് എപ്പിഗ്ലോട്ടിസിന് പോസ്റ്റീരിയർ പാർട്ട്, അത് ബാക്ക് പാർട്ടിലേക്ക്, പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ബാക്ക്, ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, the posterior part of the tongue allows the food to move over the epiglottis into the esophagus. അതായത് എപ്പിഗ്ലോട്ടിസ് വഴി എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ ഇത് പാസ് ചെയ്തിട്ട് നേരെ ഈസോഫാഗസിലാണ് ഫുഡ് പാർട്ടിക്കിൾസ് എത്തുക. അതായത് രണ്ട് പാരലായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഒന്ന് വിൻഡ് പൈപ്പ് ഉണ്ട്, ഒന്ന് ഫുഡ് പൈപ്പ് ഉണ്ട്. ഈ വിൻഡ് പൈപ്പിനും ഫുഡ് പൈപ്പ്, വൺസ് ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് പൈപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യില്ല, ഇത് ഫുഡ് പൈപ്പ് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് പൈപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ വിൻഡ് പൈപ്പ് ഓപ്പൺ ചെയ്യും. അതൊരു പാരലായിട്ട് ഇങ്ങനെ മീൻസ് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇനി അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ അതായത് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രക്കിയ റൈസ് ചെയ്യും, എപ്പിഗ്ലോട്ടിസ് ഇത് ഓപ്പൺ ചെയ്യും. അപ്പം അങ്ങനെ എന്താണ് എപ്പിഗ്ലോട്ടിസ് ട്രക്കിയ അടച്ചു വെക്കുമ്പോൾ ഈസോഫാഗസ് ഓപ്പൺ ചെയ്യും. അതുവഴി അപ്പോൾ ഫുഡ് വരുന്ന ഫുഡ് എന്താണ്? നേരെ ഈസോഫാഗസിലൂടെ പോകുള്ളൂ. ഇനി അല്ലാത്ത സമയത്ത് എന്താണ്? ഈസോഫാഗസ് ക്ലോസ് ചെയ്യുകയും നമ്മളെ ട്രക്കിയ എന്താണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഐ മീൻസ് നോർമൽ കേസുകളിൽ ഇങ്ങനെയാണ് ഇത് സംഭവിക്കാറുള്ളത്. അപ്പോൾ അടുത്ത സ്ട്രക്ചർ, അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത് ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജാണ് നമ്മുടെ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും മൗത്തിലൂടെ കത്തിയ ഫുഡ് എപ്പിഗ്ലോട്ടിസ് കഴിഞ്ഞ് നമ്മളെ ഫുഡ് പൈപ്പ് വഴി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. ഈ ഫുഡ് പൈപ്പിൽ നമ്മൾ ഒരു ഫുഡ് പൈപ്പിന് ഈസോഫാഗസ് ഫുഡ് പാർട്ടികൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇറഗുലർ മൂവ്മെൻ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈസോഫാഗസിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ആലിമെൻ്ററി കനാലിൽ ഇതാണ് ഈസോഫാഗസിൽ ഒരു റെഗുലർ മൂവ്മെൻറ്റ് വരും. കണ്ടോ, ഫുഡ് പാർട്ടിക്കിൾസ് ഈസോഫാഗസിൽ അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലുകളായിട്ട് നമുക്കിങ്ങനെ മൂവ്മെൻറ്റ്സ് വരുന്ന ഒരു ഷെയ്ക്കി മൂവ്മെൻറ്റ്സിന് വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. നോക്കാം. എ സീരീസ് ഓഫ് ഇൻവോളണ്ടറി വേവ് ലൈക്ക് മസിൽ കോൺട്രാക്ഷൻ ദാറ്റ് പ്രൊപ്പൽ ഫ്ലൂയിഡ്സ് ആൻഡ് വേസ്റ്റ് ത്രൂ ഔട്ട് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ഈസ് നോൺ ആസ് പെരിസ്റ്റാൾസിസ്. അതായത് ഇതൊരു സീരീസ് ഓഫ് ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ്. ഈ ഇൻവോളണ്ടറി മൂവ്മെൻ്റ് എന്താണ്, ഒരു സീരീസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ കാരണം നമുക്ക് എന്താണ് ഈ ഫുഡ് ആയിക്കോട്ടെ, ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേസ്റ്റ് പാർട്ടിക്കിൾസും നമ്മുടെ ത്രൂ ഔട്ട് ദ ആലിമെൻ്ററി കനാലിൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിസ്റ്റാൾസിസ് നമ്മുടെ ആലിമെൻ്ററി കനാലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്.